السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽ മഹ്ലറത്തുൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ നടത്തുന്ന റബീ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മംഗൂസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും സാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനും അവിടുത്തെ അനുഭവിക്കാനുമുള്ള ഒരവസരമായി ഇതിനെ അള്ളാഹു നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മംഗൂസ് മൗലിദിൻ്റെ ആദ്യത്തെ ഹദീസും അതിൻ്റെ ബൈത്തിൻ്റെ ആദ്യത്തെ 3 വരികളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ ബൈത്തും അതിനുശേഷമുള്ള ബൈത്തുകളും. ഇർതകബ്തു അലൽ ഖതാ, ദോഷങ്ങളുടെ കൂമ്പാരത്തിൻ്റെ മേൽ ഞാനിതാ കയറിയിരിക്കുന്നു. ഐറ ഹസിരിൻ വഅദദ്, ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തത്ര, എണ്ണുകയോ ക്ലിപ്തപ്പെടുത്തുകയോ ചെയ്യാൻ കഴിയാത്തത്ര ദോഷങ്ങൾ ഞാനിതാ ചെയ്തിരിക്കുന്നു. ലക അഷ്കു ഫീഹി, ഞാനതിൽ നിങ്ങളോടിതാ റസൂലെ, നിങ്ങളോടിതാ വേവലാതി പറയുന്നു. യാ സയ്യിദി യാ ഖൈറൻ നബി. ഇവിടെ മഖ്ദൂം തങ്ങൾ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് വേവലാതി പറയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയെ, നിങ്ങളോട് ഞാനിതാ വേവലാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിത പാടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവലാതി പറയാൻ പാടുണ്ടോ? അള്ളാഹു അല്ലേ പാപങ്ങൾ പുറത്തു തരുന്നവൻ, അള്ളാഹുവിനോടല്ലേ പൊറുക്കലിനെ തേടേണ്ടത്. പിന്നെ ഈ മംഗൂസ് മൗലിദിൽ ഈ ഒരു വരി കൊണ്ടുവന്നത് അത് വലിയ അബദ്ധമാണെന്ന് വരെ പ്രസംഗിക്കുന്നവരും എഴുതുന്നവരുമുണ്ട്. എന്നാൽ ഇതിൽ യാതൊരു അബദ്ധവുമില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൊറുക്കലിനെ തേടിയ ഒരുപാട് സംഭവങ്ങൾ ഹദീസിൽ നമുക്ക് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ മാത്രമല്ല, അവസാന നാൾ വരെയുള്ള എല്ലാ ആളുകളുടെയും റസൂലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ ആളുകളുടെയും, നമ്മുടെയും, ഇനി വരാനിരിക്കുന്ന സമൂഹത്തിൻ്റെയും സ്വഹാബികളുടെയും എല്ലാവരുടെയും തിരുദൂതരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ തിരുദൂതർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും റസൂലാകുന്ന സമയത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും അവിടത്തോട് പോയി വേവലാതി പറയൽ അത് സാധ്യമാവണം. കാരണം അല്ലാഹു തആല അവൻ്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിൽ 19ാമത്തെ ആയത്തായി നമുക്ക് കാണാം, ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നിങ്ങൾ പാപമോചനം നടത്തുക, അതേപോലെ നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും പാപമോചനം നടത്തുക. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപമോചനം നടത്തുന്ന സമയത്ത് അന്ത്യനാൾ വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും ആ മുഅ്മിനീൻ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞ ആ പദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ സ്വഹാബികളോട് മാത്രമായിരുന്നു ഇത് എങ്കിൽ ഈ ഒരു അർത്ഥം ഈ ഖുർആനിലെ ഈ ഒരു പ്രയോഗം അവിടെ കൃത്യമാവുകയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികൾക്ക് വേണ്ടി, തൻ്റെ ഉമ്മത്തിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അവിടുത്തെ ശുപാർശ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടാവണം, പാപമോചനം തേടാനുള്ള അവകാശം ഉണ്ടാവണം. അതുകൊണ്ടാണ് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, നബി ഇതാ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് വേവലാതി പറയുന്നു, എനിക്ക് വേണ്ടി പാപമോചനം നടത്തണം, എനിക്ക് വേണ്ടി ശുപാർശ നടത്തണം എന്ന്. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആ സത്യവിശ്വാസികളായ ആളുകൾ തെറ്റ് ചെയ്യുകയും അവർ നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്തു അള്ളാഹുവിനോട് പാപമോചനം നടത്തി കഴിഞ്ഞാൽ, റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനാണെന്നർത്ഥം വരുന്ന ഈ ഒരായത്ത്.
ഈ ആയത്തിൽ അള്ളാഹു മുഅ്മിനീങ്ങൾ തെറ്റ് ചെയ്യുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് വേവലാതി പറയുകയും ആ വേവലാതി കേട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പാപമോചനം നടത്തുകയും ചെയ്താൽ ആ പാപമോചനം അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷയിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാനായ മാലിക് ഇമാം അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണം എഴുതി വെച്ചതായി നമുക്ക് കാണാം. ഏതായാലും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു വേവലാതിയാണ്. വേവലാതി പറയൽ യാതൊരു രീതിയിലും ഇലാഹിയത്തിനെ അർഹമാക്കുന്ന ഒരു പദമല്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യം തന്നെ ഒരുപാട് ആളുകളിൽ അടുക്കൽ പോയി വേവലാതി പറയാറുണ്ട്. ഒരു രോഗം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടർമാരെ അടുക്കൽ പോയി അവിടുന്ന് എനിക്ക് ഇന്ന രോഗമാണ്, ഇതിന് മാറ്റിത്തരണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമുക്കൊരു ഭക്ഷണമോ പ്രയാസമോ ഭക്ഷണത്തിനോ മറ്റോ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ ആ ഭക്ഷണമുള്ള അല്ലെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ച് തരാൻ കഴിവുള്ള ആളുടെ അടുക്കൽ പോയി നമ്മുടെ പ്രയാസങ്ങൾ പറയാറുണ്ട്. ഈ പ്രയാസങ്ങളെല്ലാം തീർത്തു തരുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹു ആണെങ്കിലും അവർ മുഖേനയാണ് നമുക്ക് തീർത്തു തരുന്നത്. അവരുടെ ഒരു സഹായം കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം സാധ്യമാകുന്നത്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായത്താൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപമോചനത്താൽ നമുക്ക് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ നിൽക്കും, പാപമോചനം നടത്തും. അങ്ങനെ പാപമോചനം നടത്തുന്ന സമയത്ത് നമ്മുടെ പാപമോചനങ്ങൾ പുറത്തു തരും. അങ്ങനെ ഉള്ള ഒരു പ്രയോഗമാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ഒരു മാത്രമല്ല മഹാന്മാരായ സ്വഹാബികൾ തന്നെ ഇങ്ങനെ ചെയ്തതായി നമുക്കൊരുപാട് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബായുക അലാ അൻ തഗ്ഫിറ ലി മാ തഖദ്ദമ മിൻ ദംബി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോട് ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു. എന്താ ബൈഅത്ത് ചെയ്യുന്നത്? എങ്ങനെയാണ്? എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന ഒരു ഡിമാൻഡോടെ നിങ്ങളോട് ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലല്ലോ ദോഷം പൊറുക്കുന്നത്. എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കും. അപ്പം നബിയോടുള്ള ഒരു വേവലാതി പറയാനാണത്. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അത്തൂബു ഇലല്ലാഹി വൈലാ റസൂലിഹി, അള്ളാഹുലേക്ക് ഞാനിതാ തൗബ ചെയ്ത് മടങ്ങുന്നു. വൈലാ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ തവ്വാബുർ റഹീം, അത് അള്ളാഹു മാത്രമാണല്ലോ. എന്നാൽ ഇവിടെ ഉപയോഗിച്ച ഈ ഒരു പ്രയോഗവും നമ്മൾ മുകളിൽ പറഞ്ഞ അതേ ഒരർത്ഥത്തിൽ തന്നെയാണ്. എന്നാൽ വഫാത്തിന് ശേഷവും ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചതായ ഒരു സംഭവം നമുക്ക് കാണാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് തൊട്ടടുത്തുള്ള ഒരു ദിവസം ഒരു അറാബിയായ ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വരികയും അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവിടെ ദുആ ചെയ്യുന്നതിന് മുമ്പ് തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്തു. ദുആ ചെയ്യുന്നതിനിടയിൽ ഈ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ വലു അന്നവും ഇല്ലമു എന്നുള്ള ഈ ആയത്തോതുകയും നബിയെ എനിക്ക് നിങ്ങൾ പുറത്തു തരണമെന്ന് പറഞ്ഞ് അവിടത്തോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊറുക്കലിനെ തേടുകയും ചെയ്തു. ഇത് അലി റളിയല്ലാഹു അൻഹു കാണുകയും അലി റളിയല്ലാഹു അൻഹു ഇതിനെതിരായി ഒന്നും പറയാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപമോചനം, നമ്മുടെ വേവലാതി പ്രകടിപ്പിക്കുന്നത് അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അവിടെ വേവലാതി പറയുന്നതും മറ്റു കാര്യങ്ങൾ പറയുന്നതും റസൂൽ ഇലാഹാണെന്ന ഒരു വിശ്വാസത്തോടെ ഒരു വാദത്തോടെയാണെങ്കിൽ അത് പ്രയാസമാണ്, അത് പറയാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ പക്കലിൽ നിന്ന് അങ്ങനത്തെ ഒരു വാദമേ ഇല്ല. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ചെയ്തു തരുന്നത് എന്നുള്ള വിശ്വാസവും എന്നുള്ള തേട്ടവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ശിർക്കിലേക്ക് ചെന്നെത്തുകയില്ല. മഹാന്മാർ ഇതൊക്കെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹു നാം ഈ പറഞ്ഞത് കേട്ടത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു ബൈത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് പ്രതിപാദിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി